അല്ല കേസ് അപ്പോൾ ഇന്ന് നമ്മൾ സോളോ റാങ്ക്ഡ് മാച്ച് സ്റ്റാർട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഗെയിമിൻ്റെ തുടക്കം തന്നെ നമ്മൾ ആ ഒബ്സർവേറ്ററിയിലേക്ക് പോയി അവിടെ നിന്ന് കണ്ണെടുത്ത് ഫൈറ്റ് എടുക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു പോയിരുന്നത്. പക്ഷെ നമ്മളെ മാപ്പിലാണെങ്കിൽ എനിമീസിനെയൊന്നും കാണിക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാനാണെങ്കിൽ ഇറങ്ങുമ്പോഴാണ് നമ്മളെ സൈഡിൽ ഒരുത്തനെ ഞാൻ സ്പോട്ട് ചെയ്തത്. അവൻ നമ്മൾ ഈ ഇറങ്ങുമ്പോൾ മാക്സിമം ഏതെങ്കിലും ഒരു ഗണ്ണിൻ്റെ മുകളിൽ ഇറങ്ങുന്നത് നമുക്ക് കുറച്ച് അഡ്വാൻറ്റേജ് ആണ്. അതുകൊണ്ട് ഞാൻ നേരെ ഇറങ്ങിയ ഒരു VSSന് മുകളിലേക്കായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ആ VSS ഒരു സൈഡിൽ തിരിഞ്ഞ ഒരു എനിമിയെ സ്പോട്ട് ചെയ്തു. ഫുൾ ഡാമേജ് അവന് കൊടുക്കാൻ പറ്റി. പക്ഷെ അവനാണെങ്കിൽ കവർ എടുത്തു. അവൻ ഓപ്പണിൽ വന്നപ്പോൾ പെട്ടെന്ന് അവന് VSSൽ കൂട്ടി പിടിച്ച് അങ്ങനെ നമ്മളെ ഫസ്റ്റ് കില്ല് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ ഫസ്റ്റ് കില്ല് കംപ്ലീറ്റ് ആക്കി സൈഡിലേക്ക് വന്നത് പെട്ടെന്നാണ് ഇതിനകത്തൊരു എനിമിയെ കണ്ടത്. ഞാൻ അപ്പം തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് ഓറിനിട്ട് അവിടുന്ന് MP5 എടുത്തു. വീട്ടിലെ പോലെ ഹെഡ്ഷോട്ട് കൊടുത്തു. പക്ഷെ ഫിനിഷ് ആക്കാൻ പറ്റിയില്ല. അങ്ങനെ ഞാൻ ബാക്ക് വലിയുമ്പോൾ ഇവനാണെങ്കിൽ എൻ്റെ വിടാതെ ചെയ്തിരുന്നു. അങ്ങനെ ഞാൻ റിട്ടേൺ പോയി വീണ്ടും അതിനെ ഫിനിഷാക്കി. അങ്ങനെ 2 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇവൻ്റെ ലൂട്ട് എടുത്തു. ബാക്കിലേക്ക് ഒരു മെഡിക്കറ്റ് വേണ്ടി എടുക്കാണ്ട് വന്നതായിരുന്നു. എടുത്ത് തിരിയുന്നതും പെട്ടെന്ന് നമുക്കൊരു അടി കിട്ടി. ഞാൻ ഫസ്റ്റ് അടി കൊടുക്കാൻ കളിച്ചു. പക്ഷെ അതാണെങ്കിൽ റൂം ലോക്കായില്ല. ഞാൻ എന്നൊരു ഗ്ലൂ ആയിട്ട് അവന് വെയിറ്റ് ചെയ്തു. അവൻ ഇങ്ങോട്ട് വന്നാൽ കുറച്ച് ഡാമേജ് കൊടുത്തു. ഞാനാണെങ്കിൽ വേറെ താഴെ വന്നു. അവൻ കൂടെ വന്നത് അവൻ വീട്ടിലും പോലെ ഹെഡ്ഷോട്ട് കൊടുത്തു. അങ്ങനെ നമ്മൾ 3ാമത്തെ കില്ല് ഞാനിവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ ആ ഇനിയായിരുന്നത് നമുക്ക് ഫുൾ ഡാമേജ് വന്നായിരുന്നു. അപ്പം ഞാൻ അവൻ്റെ ലൂട്ട് എടുത്ത് ഹെൽത്ത് ഫുള്ളാക്കി. അങ്ങനെ ആ 3ാമത്തെ കില്ലും കംപ്ലീറ്റ് ആക്കിയോട് നമ്മളെ MP5 ലെവൽ 2 ആയിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടെ നിൽക്കൊന്ന് ലൂട്ട് ചെയ്ത് മല്ലേ കളിക്കാമെന്ന് പറഞ്ഞ് മുകളിലേക്കൊന്ന് കയറി. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത് ഇപ്പോൾ കൊന്നവൻ വീണ്ടും പറന്നിറങ്ങുന്നുണ്ടോയെന്ന്. അഥവാ ഒരു ഫ്രീ കില്ല് കിട്ടിയാൽ ഒന്ന് വെച്ചായിരുന്നു ഫുള്ള് നോക്കിയത്. പക്ഷെ അവൻ പറന്നിറങ്ങുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒബ്സർവേറ്ററിയിൽ വേറെ എനിമിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഫുള്ള് ലൂട്ട് സെറ്റാക്കി. നമ്മളെ M40 ഗണ്ണ് 2ഉം MP5 2ഉം ആക്കി. ഞാൻ ലോഞ്ച് പാഡ് പിടിച്ച് നേരെ നമ്മുടെ കാറ്റലിസ്റ്റിലേക്കായിരുന്നു വന്നത്. ഇവിടെ എത്തിയ അവിടെ ഒരു ഗ്ലൂ വാൾ ഞാൻ കിടക്കുന്നത് കണ്ടു. ഞാൻ അപ്പോൾ തന്നെ നല്ല എനിമി ഉണ്ടോ എന്ന് നോക്കി. ഈ വീട്ടിൽ കയറി ഒരുത്തനാണ് ലൂട്ട് എടുക്കുന്നത്. അവൻ വീട്ടിലും പോലത്തെ വൺ ടാപ്പ് കൊടുത്ത് അവനെടുത്ത്. അങ്ങനെ നമ്മളെ 4ാമത്തെ കില്ല് ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ ലൂട്ട് ഞാൻ എടുത്തു. അങ്ങനെ ഞാനാണെങ്കിൽ ഇവൻ്റെ ലൂട്ടൊക്കെ എടുത്ത് ഗെയിമൊന്ന് പയ്യെ സ്ലോ ഡൗൺ ചെയ്ത് നല്ല റഷാക്കാതെ കളിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ഈ കാറ്റലിസ്റ്റിൽ ഇവിടെ തന്നെ നല്ല ഒന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. അങ്ങനെ ലൂട്ടൊക്കെ ചെയ്ത് ലൂട്ട് സെറ്റാക്കാനായിരുന്നു എൻ്റെ മെയിൻ ലക്ഷ്യം. അങ്ങനെ ഇവനാണെങ്കിലും ഉണ്ടല്ലോ കിടിലം പോലെ ലൂട്ടൊക്കെ സെറ്റ് ചെയ്ത് വന്ന പ്ലെയറായിരുന്നു. ഇവൻ്റെ ലൂട്ട് ബോക്സിലാണെങ്കിൽ ഫുൾ ലൂട്ടായിരുന്നു. പക്ഷെ എൻ്റെ ബാഗിൽ സ്ഥലം ഉണ്ടായിരുന്നില്ല. എനിക്കാണെങ്കിൽ ലൂട്ട് വേണ്ടി എടുക്കാതിരിക്കാനും കഴിയുന്നില്ല. പെട്ടെന്ന് എൻ്റെ ഒരു ലാൻഡ് മൈൻ ഉള്ളതുകൊണ്ട് ഞാൻ പോയി ലൂട്ട് ബോക്സിൽ ലാൻഡ് മൈൻ വെച്ചു. എങ്ങനെ എനിമി കയറി വന്നൊരു കില്ല് കിട്ടിയാലോ എന്ന് വെച്ചായിരുന്നു വെച്ചത്. എനിക്കാണെങ്കിൽ എന്നാൽ വെസ്റ്റും ഹെൽമെറ്റൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാനിവിടുന്ന് ടോക്കണൊക്കെ സെറ്റ് ചെയ്ത് വെൻഡിങ് മെഷീൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു. വെൻഡിങ് മെഷീനിൽ പോയി നല്ല കിള്ളം പോലത്തെ ലൂട്ട് വാങ്ങാമെന്ന് വെച്ചായിരുന്നു ഈ ടോക്കണൊക്കെ എടുക്കുന്നത്. അങ്ങനെ വെൻഡിങ് മെഷീനിൽ നിന്ന് ഞാൻ നല്ല വെസ്റ്റ് ഹെൽമെറ്റ് പോലുള്ള നല്ല ലൂട്ടുകളൊക്കെ എടുത്തു. അങ്ങനെ ഞാൻ വെൻഡിങ് മെഷീനിൽ നിന്ന് ടോക്കൺ കൊടുത്ത വെസ്റ്റ് ഹെൽമെറ്റും വാങ്ങി. പെട്ടെന്ന് എൻ്റെ ടോക്കൺ തീർന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് ഈ ടോക്കൺ എടുത്തു. ടോക്കൺ എടുത്ത് ഞാൻ അതിലെ വെൻഡിങ് മെഷീനിലേക്ക് പോയി. കാരണം കുറച്ചുകൂടി ലൂട്ട് എടുക്കാമെന്ന് വെച്ചായിരുന്നു. അങ്ങനെ അതിൽ നിന്ന് ഹൊറിസിലിൻ ഉണ്ടല്ലോ നമ്മളെ അത് വാങ്ങി. ഞാൻ ചുറ്റും നോക്കുന്നുണ്ട് ഇവിടെ എനിമി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് നോക്കി എല്ലായിടത്തും. പക്ഷെ ഇവിടെ എനിമിനെയൊന്നും കാണുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചു ഭീമ ശക്തി സ്ട്രിപ്പിൻ്റെ അങ്ങോട്ട് പോകാമെന്ന്. കാരണം സോൺ നമുക്കാണ്. അപ്പോൾ അവിടെ നിന്ന് വരുന്ന എനിമീനെയൊക്കെ അടിക്കാമെന്ന് വെച്ചായിരുന്നു വിചാരിച്ചത്. അങ്ങോട്ട് പോകുമ്പോഴേക്കാണെങ്കിൽ അടുത്ത സോൺ വന്നു. അടുത്ത സോൺ അങ്ങ് ഒബ്സർവേറ്ററിയുടെ അങ്ങോട്ടായിരുന്നു. അങ്ങനെ ഞാനിവിടെ ചുറ്റും വല്ല എനിമി ഉണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി. എനിമിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു അടുത്ത സോണിൽ കയറാമെന്ന്. അങ്ങനെ ഞാൻ സോണിലേക്ക് കയറാൻ പോവുകയായിരുന്നു. അപ്പം ഞാൻ ഈ സോണിൽ കയറുന്ന സമയം കൊണ്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഞാനാണെങ്കിൽ ഈ സോണിലേക്ക് കയറി. സോണിൽ കയറിയത് കൊണ്ട് ഞാൻ ഇവിടെ നല്ല എനിമികളും വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഒന്ന് ചുറ്റും നോക്കി. പാലത്തിന് മുകളിൽ എനിമി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഹാങ്ങറിന് വല്ല എനിമി വരുന്നുണ്ടോ എന്ന് നോക്കി.
ആരും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ആ ടോക്കൺ കളക്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയായിരുന്നു. അങ്ങനെ ഞാനാണെങ്കിൽ ഈ ടോക്കൺ കളക്ട് ചെയ്ത് മാപ്പിൽ നോക്കുമ്പോഴൊക്കെ സൈഡിൽ ഒരു എനിമീനെ കാണിക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു എടുത്ത വണ്ടിയിൽ വരുന്നതായി മാപ്പിൽ കാണിക്കുന്നുണ്ട്. ഞാനൊരു ഇതിൻ്റെ കവർ എടുത്തു. അപ്പോഴാണ് ഒരുത്ത ഓട്ടോറിക്ഷയിൽ വന്ന് കഴിഞ്ഞത്. ഞാൻ അപ്പം തന്നെ ഓർമ്മിട്ടു. അങ്ങനെ അവനെ എടുക്കാൻ വേണ്ടി ഞാൻ ഒന്ന് ലൂവാക്ക് ചെയ്ത് പോയതായിരുന്നു. അപ്പോഴേക്കാണെങ്കിൽ അവനില്ല. ഞാൻ അപ്പം തന്നെ ഗ്ലൂ ആളിട്ട് കവർ എടുത്തു. അവൻ്റെ ബാക്കിലേക്ക് കൂടി പോകാമെന്ന് പറഞ്ഞ് ഈ പാലത്തിനടിയിലേക്ക് വന്നായിരുന്നു. അപ്പോഴാണെങ്കിൽ അവനില്ല. അവനെ പിടിച്ച് അങ്ങനെ അവനെ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ 5 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് നമ്മൾ. അങ്ങനെ ഞാൻ അവൻ്റെ അടുക്ക പോയി അവൻ്റെ ലൂട്ട് എടുക്കുന്നുണ്ടായിരുന്നു. സൈഡിൽ ചുറ്റും എനിമി ഉണ്ട്. അങ്ങനെ അവൻ്റെ ലൂട്ട് എടുത്ത് പുറത്ത് ചെയ്യുന്ന അടുത്ത എനിമി വണ്ടിയിൽ വരുന്നുണ്ട്. അപ്പം ഞാനാണെങ്കിൽ അവിടെ എടുത്തിന് കണ്ടു. അവന് കുറച്ച് ഡാമേജ് കൊടുത്തു. ഞാനാണെങ്കിൽ നേരെ റഷ് ചെയ്യാമെന്ന് വിചാരിച്ച് നേരെ പോവുകയായിരുന്നു അവൻ്റെ അടിയിലേക്ക്. അങ്ങനെ ഞാനാണെങ്കിൽ അവൻ്റെ നേരെ റഷ് ചെയ്ത് പോയി. അവൻ റഷ് ചെയ്ത് അങ്ങോട്ട് എത്തിയാൽ അവനാണെങ്കിൽ പെട്ടിയുടെ ബാക്കിലിരിക്കുന്നു. ഞാനാണെങ്കിൽ എൻ്റെ കുട്ടി നല്ല ഡാമേജ് കൊടുത്തു. അവന് എനിക്ക് നല്ല ഡാമേജ് ആയിരുന്നു. പെട്ടെന്ന് ഞാൻ ഓറിയോ ഇട്ടു. M40 എടുത്ത് അവനെ കുത്തി പിടിച്ച് അങ്ങനെ അവനെ എടുത്തിട്ട് അങ്ങനെ 6 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. പെട്ടെന്നാണെങ്കിൽ പാലത്തിൽ നിന്ന് എടുത്ത് നമ്മളെ അടിച്ചു. അങ്ങനെ നമ്മളെ ഹെൽത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഹെൽത്തിൻ്റെ ഡ്രോൺ എടുത്തു. പെട്ടെന്നായിരുന്നു പാലത്തിലേക്ക് റഷ് ചെയ്തു. അവന് കിടിലം പോലത്തെ ഹെഡ്ഷോട്ട് എടുത്തു. പെട്ടെന്ന് അവിടെ കുതിരേനെ വീത്ത് എടുത്തിനും കണ്ട് അവനെ അടിച്ചെടുത്ത് അങ്ങനെ നമ്മൾ 8 കില്ല് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് ഒരു ഇനിമി ബാക്കിൽ നമ്മളെ M8 പൊട്ടിപ്പിടിച്ചെടുത്തു. അങ്ങനെ 8 കില്ലെടുത്ത് ഈ കളി നമുക്ക് പോയി അടിക്കാൻ പറ്റിയില്ല.